എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ പേര് പ്രിൻസ്, എൻ്റെ പേര് രാഹുൽ. നമ്മളൊരു ദൂരയാത്രയ്ക്ക് പോവാണ്. തീർത്ഥയാത്രയാ അങ്ങനെയും പറയാം. നമ്മളൊരു ദൂരയാത്രയ്ക്ക് നമ്മൾ പോവാണ്, ക്രിസ്മസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ചെയ്തു വെച്ച പാപങ്ങളൊക്കെ ഒഴുക്കിക്കളയാൻ നമ്മളൊരു ദൂരയാത്ര പോകുന്ന ഓൺ ദ വേ ആണ്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണ് പോണത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ ഓരോ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് തരാം. രാവിലെ നമ്മൾ എവിടേക്ക് പോകുന്നത് അങ്ങനെ പറയരുത്, പുണ്യഭൂമിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഓൾഡസ്റ്റ് സിറ്റി ഉണ്ട്, അവിടേക്കാണ് നമ്മളത് പോകുന്നത്. കുറേ ചലഞ്ചുകളെല്ലാം കടന്നിട്ടാണ് ഇപ്പോൾ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്തിയെന്ന് പറയാം, ഒന്നും ഉറപ്പൊന്നുമില്ല. ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്ത കേസാണ്. കാരണം ഇതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാലാവസ്ഥയും നമ്മൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ക്യാൻസൽ ആവുകയും 2 വട്ടം അത് ക്യാൻസലായി ബുക്ക് ചെയ്ത ഫ്ലൈറ്റ്. പിന്നെ നമ്മൾ വീണ്ടും എയർലൈൻസിനെ വിളിച്ചിട്ട് മാറ്റി ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് വാരണാസി അല്ലല്ലോ പുണ്യഭൂമിക്ക് പോകാനാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ എന്തോ വെതറിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് അത് ഫ്ലൈറ്റ് ക്യാൻസലായി. എന്നിട്ട് നമ്മൾ വീണ്ടും ഡെസ്റ്റിനേഷൻ മാറ്റി കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് പോണത്. അപ്പോൾ വൈകുന്നേരം 4:45 ഫ്ലൈറ്റ്. ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചെക്കിനും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എയർപോർട്ടിനുള്ളിൽ എൻ്റർ ആയിട്ടുണ്ട്. ബാഗൊക്കെ കൊടുത്ത് വിട്ടു. ഗേറ്റ് വരുന്നത് ഗേറ്റ് നമ്പർ 22 ആണ് ഗേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? ഒന്നും പറയാല്ല. രാവിലെ ഒന്നും പറയാല്ല. അന്ന് നമ്മളിപ്പോൾ ഇവിടെ ഡ്യൂട്ടി പേരിലുള്ള ഒരു എന്താ പറയുക വൈൻ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ സാധനം? ടോക്കി സെൻറ്റോറി വിസ്കി. ഇതേതോ ജപ്പാൻ മേഡ് സാധനമുണ്ട്. നമ്മുടെ ശിവാശ്രീകൾ എത്രയാ? 9500. മാർക്കേഴ്സ് ജിംബി. ഇത് നമ്മുടെ ബാലൻറ്റൈൻസ് 4200 രൂപ. ഡൽഹിയിൽ നിന്ന് ഞാൻ 750 രൂപ വാങ്ങിച്ചത്. ജാക്ക് ഡാനിയൽസ്, മലയാളികളുടെ ഫേവറേറ്റ്. ഇത് എളുപ്പമല്ല കേട്ടോ. ഇത് വലിയൊരു ഡ്യൂട്ടി പേര് ഷോപ്പാണ്. വിദേശ മദ്യങ്ങളും നമ്മുടെ നാടൻ കിട്ടുമെന്ന് അറിയില്ല, ഒക്കെ ഇതാന്ന് തോന്നുന്നുണ്ട്. ഫ്യൂഷൻ എവിടെ? സിൽവർ പാട്രോൺ. ഇതെനിക്ക് മാറ്റാൻ തോന്നുന്നുണ്ട്. സിൽവർ പാട്രോൺ 10000 രൂപ. ടെക്കീല 4300 രൂപ. ഈ കാണുന്നത് മൊത്തം വൈൻ സെക്ഷനാണ് കേട്ടോ. അങ്ങ് ഇൻ്റർനാഷണൽ വൈൻ മുതൽ ഇങ്ങ് ഇന്ത്യൻ ബ്രാൻഡ് വൈൻ വരെയുണ്ട് ഇവിടെ. ബിഗ് ബെന്യാൻ സുല നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ്. ഷാമ്പെയിൻസ്, ഇന്ത്യൻ മെയ്ഡ് ഷാമ്പെയിൻസ്. ഇതൊക്കെ ഇന്ത്യൻ മെയ്ഡാണ് കേട്ടോ. ഇത് ഇന്ത്യൻ മെയ്ഡ് വൈൻസും ഷാമ്പെയിൻസാണ്. ഇത് ഫുള്ള് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അവിടെ നിന്നൊക്കെയുള്ള വൈൻസാണ്. ഇത് ഇറ്റലി, ഫ്രാൻസ്,
അർജൻറ്റീന, ചിലി, USA, സൗത്ത് ആഫ്രിക്ക, അവിടെ നിൽക്കുള്ളതാണ്. കുറേ വെറൈറ്റീസ് ഓഫ് വൈൻസ് ഉണ്ട് ഇവിടെ. ഈ കാണുന്ന സെക്ഷൻ മൊത്തം ഡെസേർട്ടാണ് കേട്ടോ. ഡോണറ്റ്സ്, വെറൈറ്റീസ് ഓഫ് ഡോണറ്റ്സ്, പല ഫ്ലേവറിൽ, പല ഷേപ്പിൽ, പല രൂപത്തിൽ. ഈ കാണുന്ന സെക്ഷൻ മൊത്തം ചോക്ലേറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടഡ് ആയിരിക്കും. ഓരോ ബ്രാൻഡ് ഉണ്ട്. ഗൊഡീവ, ന്യൂ ഹോസ്, വിറ്റാക്കേഴ്സ്, ലിൻഡിറ്റ് ഓഫ് സ്വിറ്റ്സർലൻഡ്, ഷെർഷേസ്, കാഡ്ബറി, മിൽക്ക. ഐ തിങ്ക് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സും ഉണ്ട്, ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും ഉണ്ടെന്നുണ്ട് ഇവിടെ ചോക്ലേറ്റ്സ് എല്ലാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ. എല്ലാവരും ക്രിസ്മസിൻ്റെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്തേക്കുള്ള യാത്രയിലാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു എയർപോർട്ട് തന്നെയാണിത്. ഇവിടെ KFC, നമ്മുടെ ഇൻ്റർനാഷണൽ KFC. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഗേറ്റ് നമ്പർ കിട്ടിയിരിക്കുന്നത് നമ്പർ 20 ഗേറ്റ് നമ്പർ. ബോർഡിങ് ഓൾറെഡി സ്റ്റാർട്ടഡാണ് കേട്ടോ. അതുകൊണ്ട് ഒരപ്പനും മോനും പോകും. സോ ഗേറ്റ് നമ്പർ 20 നമുക്ക് പോകണം. ഗേറ്റ് നമ്പർ 20 എവിടെയാണ് ഗേറ്റ് നമ്പർ 20? ഇവിടെ കാണിക്കുന്ന ഗേറ്റ് നമ്പർ 19 to 27. ഗേറ്റ് നമ്പർ 20 തേടിക്കൊണ്ടുള്ള യാത്രയിലാണ്. ഗേറ്റ് നമ്പർ 19. നമ്മളിപ്പോൾ ബോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. നമ്മളപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവാണ്. നമ്മൾ ബസ്സിലാണ്, ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ആദ്യത്തെ കടമ്പ ഫ്ലൈറ്റ് കയറ്റം നമ്മളിവിടെ തുടങ്ങാൻ പോവാണ് കേട്ടോ. രാവിലെ ഇവിടെ വൺ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് രാഹുലിൻ്റെ ഫ്ലൈറ്റ് കയറുന്ന എക്സ്പീരിയൻസ്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ലക്നൗക്കാണ് പോകണത് കേട്ടോ. ടേക്ക് ഓഫിന് വേണ്ടി ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു വ്ളോഗ് ചെയ്യണത്. അതിങ്ങനൊരു യാത്രയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മളിങ്ങനെ വ്ളോഗൊക്കെ കണ്ട്, പലരുടെയും വ്ളോഗൊക്കെ കണ്ട് നമ്മളങ്ങനെ കുറച്ച്
ടെക്നിക്സും കുട്ടൻസൊക്കെ പഠിച്ചിങ്ങനെ ഒരു ചെയ്യാന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് പോലെ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പരമാവധി എല്ലാവരും ഫുള്ളിരുന്ന് കാണാൻ വീഡിയോ. സൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. പല ചുറ്റുപാടിലും ഫുള്ള് സൗണ്ടും ഫുൾ നോയ്സാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് അത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും നന്നായി കാണാം, ഫുള്ള് കാണാം. ഇനിയും വരുന്ന വീഡിയോസ് പതുക്കെ പതുക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജേണി. എന്താണ് നിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റിൻ്റെ അനുഭവം? പുറത്ത് സംസാരിച്ചാൽ അല്ല കേക്ക് പോകണം. ടേക്ക് ഓഫ് ചെയ്തപ്പോൾ എന്തായാലും തോന്നിയത്? റൈഡ് പോയത് ചെവിയുടെ ചെല്ലില്ല. പക്ഷെ തുടക്കത്തിൽ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, അടച്ചിലുണ്ടായിരുന്നു. വേറെ വിചാരിച്ചൊരു വർഷം വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. വിഷ്ണു വോമിറ്റിംഗ് ഉണ്ടാകും സെൻസേഷൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നം ആദ്യത്തെ ഫ്ലൈറ്റിന് പോകും. പക്ഷേ ഭയങ്കര ഫസ്റ്റ് ആയതുകൊണ്ട് ഫുൾ എക്സൈറ്റ്മെൻറ്റ്. കുറേ പോയി കഴിഞ്ഞാൽ കുറേ നമുക്കിനി പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ഗൈസ്. ഇനി ബാഗിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഗൈസ്. ബാഗ് ഇതുവരെ വന്നില്ല ഗൈസ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റിംഗ് ഇതുവരെ എത്തിയിട്ടില്ല. സ്റ്റിൽ നമ്മൾ ബാഗ് തപ്പിക്കൊണ്ടിരിക്കുന്നു. എത്രയും വേഗം ബാഗ് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ. അതാ രാഹുലിൻ്റെ ബാഗ് വന്നിരിക്കുന്നു. എൻ്റെ ബാഗ് ഇതുവരെ വന്നില്ലല്ലോ. എൻ്റെ ബാഗ് എവിടെ? എൻ്റെ ബാഗ് വന്നില്ല ഗൈസ്. ലോണ്ടി ഈ ബ്ലാക്ക് അല്ല, ആ നീലയാണ് എൻ്റെ ബാഗ്. വരട്ടെ. വാമോനെ വായമോനെ. അപ്പോൾ നമ്മൾ വാരണാസി എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ബാഗൊക്കെ കിട്ടി. രാഹുലിൻ്റെ ബാഗ് കിട്ടി. നമ്മളിങ്ങനെ എക്സിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വാരണാസി എയർപോർട്ടിൻ്റെ വാരണാസി അല്ലല്ലോ, ലക്നൗ എയർപോർട്ടിൻ്റെ ഉൾവശം. നമ്മളിവിടെ പുറത്തേക്ക് കിടക്കാണ്. ഇവിടെ അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ, അല്ലേ? ഫോഗ് ഉണ്ടല്ലോടാ. പക്ഷെ ആ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലേ? ഫോഗ് ഉണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു തണുപ്പ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ ഇപ്പോൾ ഫോഗ് ഇല്ലെങ്കിൽ നമുക്കൊരു തണുപ്പ് ഇങ്ങനെ, എനിക്കൊക്കെ ഇപ്പോൾ നന്നായി തണുക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ലക്നൗ എയർപോർട്ടിൻ്റെ പുറം വശം. ഇങ്ങനെയാണ് ലക്നൗ എയർപോർട്ടിൻ്റെ പുറം വശം നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ അടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. മെട്രോ സ്റ്റേഷനിൽ നമുക്ക് ഇവിടുന്ന് ഇനി വാരണാസിക്ക് പോകണമെങ്കിൽ ബസ് വഴിയാണ് പോകണത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് UPSRTCയുടെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ പിക്കപ്പ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ എയർപോർട്ടിൻ്റെ അവിടെ തന്നെ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെട്രോയിൽ കയറാമെന്ന് വെച്ചിട്ട് നിൽക്കണേ. നമ്മളിങ്ങനെ മെട്രോൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. എങ്ങനെ എവിടെ സ്റ്റേഷൻ എന്നറിയില്ല, നമുക്ക് നോക്കണത് എവിടെയാണ് മെട്രോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു ഗൈസ്. മെട്രോ സ്റ്റേഷൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. എന്താ ചെയ്തേക്കണേ? CCS എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ. നമുക്ക് പോകാനുള്ള സ്ഥലത്തിൻ്റെ പേര് ആലംബാഗ് എന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ജസ്റ്റ് ഒന്ന് നടന്നൊരു 100 മീറ്റർ കഷ്ടി നടന്നാൽ മതി നമ്മുടെ ലക്നൗ മെട്രോ നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആലംബാഗ് പോവാം എന്നുള്ള പ്ലാനിലാണ്. നമ്മളപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലെത്തിൻ്റെ ഇതെന്തോ മെട്രോ പണിതേൻ്റെയും അതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ വളരെ കുറച്ച് നാൾ മുമ്പാന്ന് തോന്നുന്നുണ്ട് മെട്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെല്ലാം പണികളുടെയും ട്രെയിൻ പോകുന്നതിൻ്റെയും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ഫോട്ടോസൊക്കെ ഇവിടെ ഇങ്ങനെ
ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലക്നൗ മെട്രോൻ്റെ ഉൾവശം. ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വേറെ പ്രത്യേകിച്ച് കൗണ്ടറൊന്നുമില്ല. നമ്മൾ തന്നെ ടിക്കറ്റ് എടുത്ത് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് പോകേണ്ടി വരും തോന്നുന്നുണ്ട്. ഇത് യോഗി സാർ നമ്മുടെ ഇവിടെ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. ഇതിൻ്റെ മൊത്തം കമ്മിറ്റി ആണെന്നുണ്ട്, ഓർഗനൈസേഷൻ മൊത്തം അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങൾ. പിന്നെ അവിടെ ഒരു റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മെട്രോ ട്രെയിനുകളുടെ ഫോട്ടോ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ അവാർഡ്സ് കിട്ടിയതിനുണ്ട്. പിന്നെ സിറ്റിയിലൂടെ മെട്രോ ട്രെയിൻ പോകുന്ന കുറച്ച് ഫോട്ടോസ്. ഇത് ടണൽ പണിതതിൻ്റെ. പിന്നെ ട്രാക്ക്. ഇത് മൊത്തം കൺസ്ട്രക്ഷൻ മൊത്തം മെട്രോൻ്റെ വർക്കേഴ്സാണെന്ന് തോന്നുന്നുണ്ട് ഇത് എല്ലാവരും. പിന്നെ പാലം, സ്റ്റേഷൻ, അങ്ങനെ കുറച്ച് ഇവിടുത്തെ എനിക്ക് തോന്നുന്ന ഡെവലപ്മെൻറ്റ്സൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൊരു വോളാണിത്. നമ്മളിപ്പോൾ ടിക്കറ്റ് രണ്ടെണ്ണം എടുത്തു ആലംബാഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക്. ആലംബാഗ് ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ട്രെയിൻ കയറാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കാർഡ്സ് ആൻഡ് ടോക്കൺസ്, നോ എൻട്രി. എനിക്ക് തോന്നുന്നു നിൽക്കുന്ന ലൈനാണെന്ന് തോന്നുന്നുണ്ട്, എൻട്രി ലൈൻ. നമ്മളവിടെ ക്യൂ നിന്നിട്ട് വേണം അകത്തേക്ക് കിടക്കാനായിട്ട്. രാഹുൽ ഈസ് വിത്ത് മീ. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആലംബാഗ് ബസ് സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മെട്രോ. തിരക്ക് വളരെ കുറവാണ്. നമ്മളിപ്പോൾ വാരണാസിക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി